ഇപ്പോൾ PSC ബുള്ളറ്റിനിൽ നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. ഒരു ആർട്ടിക്കിള്, ഇത് മാർച്ച് 1 തന്നെയാണ്. ലോക വനിതാ ദിന ചിന്തകൾ. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും എന്തിനേറെ പ്രപഞ്ചത്തിൻ്റെയും പകുതിക്ക് ഉടമയാണ് വനിതകൾ. അവരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനായിട്ടാണ് അന്തർദേശീയ വനിതാ ദിനാചരണം നടത്തുന്നത്. വനിതകളെ ശാക്തീകരിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം. സ്ത്രീകൾക്ക് വോട്ടവകാശം 100 വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിക്കാൻ പോലും ആവുന്നതായിരുന്നില്ല. 1918 ബ്രിട്ടനിൽ ഭാഗികമായെങ്കിലും വോട്ടവകാശം സ്ത്രീകൾ നേടിയെടുത്തതോടെയാണ് ലോകമെങ്ങും ലിംഗഭേദമന്യേ വോട്ടവകാശം വേണമെന്ന വാദത്തിന് ആക്കം കൂട്ടുന്നതും. 100 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് വോട്ടവകാശം പോലുമില്ലാതിരുന്ന അമേരിക്കൻ ഐക്യനാടുകളിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തൊരു വനിതയാണ് കമല ഹാരിസ്. ഒരു നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ജനപ്രീതി നേടിയ ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കൽ ആയിരുന്നു. ബ്രിട്ടനിൽ ഉരുക്കു വനിതയായിരുന്ന പതിറ്റാണ്ടിലേറെ മാർഗരറ്റ് താച്ചർ വാണു. ജസീന്ത ആൻഡേഴ്സൺ ലോകകാരുണ്യത്തിൻ്റെ മുഖമായി ന്യൂസിലൻഡ് ഭരിച്ചു. ഒരു വർഷം മുമ്പ് വരെ. 1918 ഫെബ്രുവരി 6 ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയ ജനാധിപത്യ നിയമമാണ് 30 വയസ്സിന് മേലെ പ്രായമുള്ള സ്ത്രീകൾക്ക് വോട്ടവകാശം അനുവദിച്ചത്. എന്നാൽ പുരുഷന്മാരുടെ വോട്ട് പ്രായം 21. പിന്നെയും നിബന്ധനകൾ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് ബിരുദധാരിണിയായിരിക്കുകയോ സ്വന്തം പേരിൽ നിശ്ചിത സ്ഥാവര ജംഗമ വസ്തുക്കളോ ഉണ്ടായിരിക്കുകയോ വേണം വോട്ടവകാശം ലഭിക്കാൻ. 10 വർഷം കൂടി കഴിഞ്ഞ ശേഷമാണ് സാർവത്രിക വോട്ടവകാശം പൂർണ്ണമായ അർത്ഥത്തിൽ സ്ത്രീകൾക്ക് ലഭിച്ചത്. 1928 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ജനാധിപത്യ നിയമത്തിലൂടെയാണ് 21 വയസ്സായ എല്ലാ ബ്രിട്ടീഷ് പൗരത്വമുള്ള സ്ത്രീകൾക്കും വോട്ടവകാശം ലഭിച്ചത്. ഇതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ച വോട്ടവകാശ പ്രസ്ഥാനത്തിൻ്റെ നായിക എമലൈൻ പാങ്കോസ്റ്റിൻ്റെ മരണത്തിന് ഏതാനും ആഴ്ചകൾക്കകം സാർവത്രിക വോട്ടവകാശം ബ്രിട്ടനിലെ എല്ലാ സ്ത്രീകൾക്കും ലഭിച്ചു. ഇത് ആ ധീര വനിതയോടുള്ള ആദരവ് കൂടിയാണ് പരിഗണിക്കുന്നത്. ബ്രിട്ടനിലെ ചരിത്ര നിയമത്തിന് 100 വയസ്സായി. ഈ ചരിത്രം രചിക്കാൻ വേണ്ടി വന്നത് 50 വർഷത്തെ പോരാട്ടമാണ്. എമലൈൻ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ചരിത്രം തള്ളിവിടുകയായിരുന്നു. ഏതാനും തീവ്ര നിലപാടുകൾ 1918 സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചു. 1-ാം ലോക മഹായുദ്ധ വോട്ടവകാശം നൽകിയതിൻ്റെ മറുവാദവുമുണ്ട്. 1999 ടൈം മാഗസിൻ 20-ാം നൂറ്റാണ്ടിനെ സ്വാധീനിച്ച 100 വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ എമലൈനും ആ പട്ടികയിൽ ഇടം നേടിയിരുന്നു. ഏതായാലും ബ്രിട്ടീഷ് നിയമങ്ങൾ ലോകമെമ്പാടും അലയൊള്ളികൾ സൃഷ്ടിച്ചു. സോവിയറ്റ് യൂണിയൻ 1917 ജർമ്മനി 1918 ബ്രസീലും തായ്ലൻഡും 1934 സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകി. എന്നാൽ ഫ്രാൻസ് 1944 വരെ കാത്തുനിന്നു. 1971 മാത്രമാണ് സ്വിറ്റ്സർലൻഡ് വോട്ടവകാശം നൽകിയത്. ലോക സാമൂഹ്യ വ്യവസ്ഥയെയും ലിംഗനീതിയെയും നിർവചിച്ച സ്ത്രീ വോട്ടവകാശ നിയമങ്ങൾക്ക് പിന്നിൽ രക്തരൂക്ഷിതമായ സമരചരിത്രമുണ്ട്. വമ്പൻ റാലികൾ സംഘടിപ്പിച്ചും റെയിൽ ലൈനുകൾ ഉപരോധിച്ചും വ്യാപാര സ്ഥാപനങ്ങൾ അടിച്ചു തകർത്തും വൈദ്യുതി ലൈനുകൾ താറുമാറാക്കിയും ഒക്കെയാണ് വോട്ടിംഗ് വാദികൾ സമരം നയിച്ചത്. തീവ്ര നിലപാടുകൾക്ക് നേതൃത്വം നൽകിയതാവട്ടെ എമലൈൻ പാൻകേസ്റ്റും. 1913 എമിലി ഡേവിഡ്സൺ എന്ന വനിത രക്തസാക്ഷിത്വം വഹിച്ചതോടെ യൂറോപ്പിലെമ്പാടും സാർവത്രിക വോട്ടവകാശം സ്ത്രീകൾക്കും കൂടി എന്ന മുദ്രാവാക്യത്തിന് ആക്കം കൂട്ടി. 1893 ബ്രിട്ടീഷ് കോളനിയായിരുന്ന ന്യൂസിലൻഡ് ആണ് സ്ത്രീകൾക്ക് ലോകത്തിലാദ്യമായി വോട്ടവകാശം നൽകിയത്. 1881 ബ്രിട്ടൻ്റെ പുത്രിക രാജ്യമായി കണക്കാക്കിയിരുന്ന ഐൽ ഓഫ് മാൻ ഭാഗിക വോട്ടവകാശം സ്ത്രീകൾക്ക് നൽകിയിരുന്നു. 1895 ഓസ്ട്രേലിയ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയെങ്കിലും 1921 മാത്രമാണ് ഒരു വനിത പാർലമെൻറ്റിലെത്തുന്നത്. 1906 ഫിൻലാൻഡ് യൂറോപ്പിൽ ആദ്യമായി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകി. 1920 19ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അമേരിക്കയ്ക്ക് സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിക്കുന്നത്.
248 വർഷത്തെ അമേരിക്കൻ ചരിത്രത്തിൽ വൈസ് പ്രസിഡന്റായി ആദ്യമെത്തുന്ന വനിത, ആ സ്ഥാനത്ത് എത്തുന്ന ആദ്യ ഏഷ്യൻ വംശജ, ഇന്ത്യൻ വംശജ, വെള്ള ഇതര വംശജരിൽ നിന്ന് ആ സ്ഥാനത്തെത്തുന്ന ആദ്യ വ്യക്തി എന്നൊക്കെ കമലയെ വിശേഷിപ്പിക്കാം. കമലയുടെ അമ്മ ചെന്നൈ സ്വദേശിയായ ഡോക്ടർ ശ്യാമള ഗോപാലൻ ക്യാൻസർ ശാസ്ത്രജ്ഞയായി 1960-ലാണ് അമേരിക്കയിൽ എത്തുന്നത്. അവർക്ക് ഡൊണാൾഡ് ഹാരിസ് എന്ന സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ജമൈക്കക്കാരനായ എക്കണോമിക്സ് പ്രൊഫസർക്കുണ്ടായ പുത്രിയാണ് കമല. അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറിയത് 1961-ലും. കമലയുടെ ഭർത്താവ് ഡഗ്ലസ് ഒരു അഭിഭാഷകനും ജൂത വംശജനുമാണ്. ഇതിനു മുമ്പ് 2 വനിതകൾ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായിട്ട് വന്നിട്ടുണ്ട്. ഡെമോക്രാറ്റ് പാർട്ടിയുടെ ജുറാൻഡിനെ ഫെറാറോ 1984-ലും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ സാറാ പാലിന് 2008-ലും രണ്ടുപേരും പരാജയപ്പെട്ടു. ദക്ഷിണേന്ത്യയിൽ 1931-ൽ ശ്രീലങ്കയും 1932-ൽ മാലിദ്വീപും 1963-ൽ അഫ്ഗാനിസ്ഥാനും വോട്ടവകാശം നൽകി. സ്വാതന്ത്ര്യപ്രാപ്തിയോടൊപ്പം ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചു. 1971-ൽ ബംഗ്ലാദേശിലും സ്വാതന്ത്ര്യത്തോടൊപ്പം സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചു. മാത്രമല്ല, കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി അവിടുത്തെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നതും സ്ത്രീകളാണ്. ഖലീദ സിയയും ഷെയ്ഖ് ഹസീനയും മാറി മാറി രാജ്യം ഭരിക്കുന്നു. ലോകത്തിലാദ്യമായി അമ്മയും മകളും പ്രധാനമന്ത്രിമാരായത് ശ്രീലങ്കയിലാണ്. സിരിമാവോ ബണ്ടാരനായികയും ചന്ദ്രിക കുമരതുംഗയും. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരിക്കെ 1990-ൽ പ്രസവിച്ച ബെനസീർ ഭൂട്ടോ ആണ് ആ പദവിയിലിരിക്കെ അമ്മയായ ആദ്യ വനിത. ഇന്ത്യയിലെ ഇന്ദിരാഗാന്ധിയും ബ്രിട്ടനിലെ മാർഗരറ്റ് താച്ചറും ഉരുക്കു വനിതകളായിരുന്നു. സാർവത്രിക വോട്ടവകാശം സ്ത്രീകൾക്ക് ലഭ്യമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് 1918 ഫെബ്രുവരി 6-ലെ നിയമം. പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട് എന്നത് ബ്രിട്ടനിലെ വനിതകൾക്ക് മാത്രമുള്ള നിയമമായല്ല, പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ആവേശമായുള്ളതാണ്. സ്ത്രീകളെ പുരുഷന് തുല്യമായി കാണണം എന്ന ചിന്ത വളർത്തിയെടുക്കുന്നത് കൂടിയാണ് ഈ ചരിത്ര പ്രഖ്യാപനത്തിൻ്റെ മഹത്വം. 1908 മാർച്ച് 8 അമേരിക്കയിലെ ന്യൂയോർക്ക് പട്ടണത്തിലെ തുന്നൽ സൂചി നിർമ്മാണ തൊഴിലാളികൾ വോട്ടവകാശം ഉൾപ്പെടെ ഉയർത്തി ഐതിഹാസികമായി പ്രതിഷേധം നടത്തി തെരുവിലിറങ്ങി. ഈ പ്രതിഷേധത്തെ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ നിരവധി സ്ത്രീകൾ മർദ്ദനങ്ങൾക്ക് ഇരയായി. ഇതിനെയെല്ലാം ചേർത്ത് പരാജയപ്പെടുത്തിയ സ്ത്രീ മുന്നേറ്റം ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. 1910-ൽ കോപ്പൻഹേഗനിൽ നടന്ന 2ാം സോഷ്യലിസ്റ്റ് വിമൻസ് കോൺഫറൻസിലാണ് മാർച്ച് 8-ന് പ്രതിഷേധ സമരത്തിൻ്റെ സ്മരണ നിലനിർത്താൻ ഈ ദിനം സാർവദേശീയ വനിതാ ദിനമായി ആചരിക്കാനുള്ള ആഹ്വാനം ഉയർന്നത്. വനിതാ ദിനാചരണം 114 വർഷം പിന്നിട്ടിരിക്കുന്നു. സ്ത്രീ എന്ന ലിംഗവിഭാഗം നേരിടുന്ന തനതായ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തകൾ ഉയർന്നു വന്നത് ഫ്രഞ്ച് വിപ്ലവ കാലത്താണ്. അടിമവിരുദ്ധ കലാപങ്ങളിലും സ്ത്രീ സ്വത്വം ഉയർന്നു നിന്നു. 1908 മാർച്ച് 8-ലെ ഐതിഹാസിക ന്യൂയോർക്ക് പ്രക്ഷോഭവും അടിച്ചമർത്തലും ചരിത്രം കുറിച്ചു. ഈ ദിനത്തെ വനിതാ വിമോചനത്തിൻ്റെ അടയാളമാക്കാൻ കോപ്പൻഹേഗനിൽ 1910-ൽ ചേർന്ന 2ാം സോഷ്യലിസ്റ്റ് വിമൻ കോൺഫറൻസിൽ തീരുമാനിച്ചു. ഇപ്പോഴും സാർവത്രിക വോട്ടവകാശം വിദൂരമായ രാജ്യങ്ങളുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ പലതിലും പരിമിതമായുള്ള വോട്ടവകാശമേ സ്ത്രീകൾക്കുള്ളൂ. നേരെ പുരോഗതി പ്രാപിച്ച UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ പോലും പരിമിതമായ വോട്ടിംഗ് അവകാശമേ ഉള്ളൂ. ബ്രൂണൈ പോലുള്ള സുൽത്താൻമാർ ഭരിക്കുന്ന രാജ്യങ്ങളിൽ സാർവത്രിക വോട്ടവകാശം ഇന്നും വിദൂര സ്വപ്നമാണ്. ലിംഗസമത്വം എന്ന സ്വപ്നത്തിലെത്താൻ ലോകം ഇനിയും 132 കൊല്ലം കാത്തിരിക്കണമെന്നാണ് ലോക സാമ്പത്തിക ഫോറം ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ പറയുന്നത്. രാഷ്ട്രീയ രംഗത്തൊപ്പം എത്താൻ 115 വർഷവും സാമ്പത്തിക മേഖലയിൽ തുല്യതയ്ക്കായി 151 വർഷവും പിന്നിടണം. സ്ത്രീകൾക്ക് മാത്രം എന്തിനൊരു ദിനാചരണം എന്ന ചോദ്യത്തിന് ഈ കണക്കുകൾ ഉത്തരം പറയുന്നു. നീണ്ട ചരിത്രഗതിയിലൂടെയാണ് വനിതാ ശാക്തീകരണം എന്ന ആശയം മുന്നേറിയത്. എന്നാൽ സ്ത്രീ പദവി ഇപ്പോഴും എവിടെ നിൽക്കുന്നുവെന്ന ചോദ്യം ഓരോ വനിതാ ദിനത്തിലും പ്രസക്തമാക്കുന്നു.